പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം ഇതിന്റെ 14-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനൊരു വാക്യം പറയുന്നുണ്ട്. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ വാക്യം വായിച്ചപ്പോഴാണ് എനിക്കൊരു ചെറിയൊരു കഥ ഓർമ്മ വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. വളരെ കുട്ടിക്കാലത്ത് നമ്മുടെ മുത്തശ്ശിമാർ, മാതാപിതാക്കൾ പറഞ്ഞു തന്ന ഒരു ചിന്ന കഥ. ആ കഥ എന്താണെന്ന് വെച്ചാൽ ഒരു ആമയുടെയും മുയലിൻ്റെയും കഥയാണ്. ഒരു കാട്ടിൽ ഒരു ആമയും മുയലും ഉണ്ടായിരുന്നു. ഈ മുയൽ അതിവേഗ ദൂരത്തിൽ ഓടുന്ന ഒരു മൃഗമായിരുന്നു. എന്നാൽ ആമയോ നടക്കുമ്പോൾ പോലും വളരെ സാവകാശത്തിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു മൃഗമാണ് ആമ. എന്നാൽ ഈ മുയൽ എപ്പോഴും ഈ ആമയെ കാണുമ്പോൾ ഈ ആമയെ കളിയാക്കുകയും അവൻ്റെ ആ ബലഹീനതയെ പരിഹസിക്കുകയും തനിക്കുള്ള ആ കഴിവിൽ ഏറെ അഹങ്കരിക്കുകയും ചെയ്യുക വളരെ പതിവായിരുന്നു. ആ ആമയെ കാണുമ്പോഴൊക്കെ മുയൽ പറയും, എനിക്ക് ചില സെക്കൻഡുകൾ കൊണ്ട് ദീർഘദൂരം ഓടുവാൻ സാധിക്കും, എന്നാൽ നിനക്ക് അല്പദൂരം പിന്നിടാൻ പോലും മണിക്കൂറുകൾ വേണം എന്ന തരത്തിൽ അവൻ്റെ ശാരീരികമായ ബലഹീനതകളെ ഈ മുയൽ എപ്പോഴും പരിഹസിക്കുമായിരുന്നു. തുടരെ തുടരെ മുയലിൻ്റെ ഈ പരിഹാസം കേട്ട് ഒടുവിൽ ഈ ആമ മുയലിൻ്റെ ഈ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മുയൽ ഒരിക്കൽ ഈ ആമയെ പരിഹസിച്ചുകൊണ്ട് വെല്ലുവിളിക്കേണ്ട ഇടയായി തീർന്നു. നീ എന്നെ ഓടി തോപ്പിക്കുവാണെങ്കിൽ നീ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം എന്ന് ഈ മുയൽ അഹങ്കാരത്തോടെ ആമയെ വെല്ലുവിളിച്ചു. ആ മത്സരത്തിൻ്റെ ആ ഒരു നിലവാരമെന്ന് പറയുന്നത് കാടിൻ്റെ ഒരറ്റത്ത് നിന്നും ഓടി അങ്ങ് കുന്നിൻ മുകളിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് ആദ്യം എത്തുന്ന ആൾ ജയിക്കുമെന്നുള്ളതാണ് ആ മത്സരത്തിൻ്റെ പന്തയത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത്. അഹങ്കാരത്തോടെ ആ മത്സരം തുടങ്ങി. അഹങ്കാരത്തോടെ മുയൽ ദീർഘദൂരം ഓടുവാനിടയായിത്തീർന്നു. ആമയാകട്ടെ തനിക്ക് ലഭിച്ച കഴിവ് പ്രകാരം പതിയെ പതിയെ മുന്നോട്ട് പോകാനിടയായിത്തീർന്നു. ദീർഘദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ ഈ മുയൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ആമയുടെ പൊടി പോലും ഇല്ല. അപ്പോൾ ആ മുയൽ വിചാരിച്ചു, എന്നാൽ പിന്നെ ഒരു അല്പസമയം ഒന്ന് ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോവാം, അപ്പോഴത്തേക്കൊക്കെ ഇവൻ പകുതി ദൂരം പോലും പിന്നിടത്തുള്ളൂ എന്നുള്ള മുൻവിധി ഈ മുയലിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെ അഹങ്കാരത്തോടു കൂടി ആ മുയൽ കിടന്നുറങ്ങി. എന്നാൽ ആമയാകട്ടെ തൻ്റെ ദൈവം തനിക്ക് ലഭിച്ച ആ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് വളരെ വിനയാനിതനായി തൻ്റെ കഴിവിൽ ആശ്രയിച്ച് സ്ഥിരോത്സാഹത്തോടെ ആ ലക്ഷ്യവേദിയിലേക്ക് അവൻ മുന്നോട്ട് പോകേണ്ടതായിരുന്നു. ഒടുവിൽ മുയൽ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഈ ആമ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് അരികിലേക്ക് വളരെ അടുത്ത് എത്തി ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഫിനിഷിംഗ് പോയിന്റ് പൂർത്തീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഈ കഥ നമുക്ക് നൽകുന്ന വലിയൊരു ആത്മീയ സന്ദേശമുണ്ട്. അതാണ് ഞാൻ വായിച്ച ആ വാക്യത്തിൽ കാണുന്നത്. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഏവനും ഉയർത്തപ്പെടും, എന്നാൽ തന്നെത്താൻ ഉയർത്തുന്നവൻ ഏവനും താഴ്ത്തപ്പെടുന്നതാണ്. പ്രിയപ്പെട്ടവരെ, തനിക്ക് ലഭിച്ച ജന്മസിദ്ധമായ കഴിവിലുള്ള അഹങ്കാരത്താൽ തൻ്റെ സഹജീവിയായ ആ ആമയോട് ഈ മുയൽ വളരെ ആമയെ പരിഹസിക്കുകയും താഴ്ത്തുകയൊക്കെ ചെയ്തപ്പോഴും ആ ആമയാകട്ടെ തനിക്ക് ദൈവം ലഭിച്ച ആ പരിമിതമായ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് വളരെ വിനയത്തോടു കൂടി സ്ഥിരോത്സാഹത്തോടെ മുന്നോട്ട് പോയപ്പം അവൻ ജയിക്കേണ്ടതായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദൈവം നമുക്ക് ഓരോരുത്തർക്കും കഴിവുകൾ നൽകിയിട്ടുണ്ട്. അതൊരു പക്ഷേ ചെറിയ കഴിവുകളായിരിക്കാം. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ കഴിവുകളൊക്കെ വളരെ കുറവായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകിയ ആ കഴിവുകളെ പരിപോഷിപ്പിച്ചുകൊണ്ട് സ്ഥിരോത്സാഹത്തോടെ ദൈവനാമ മഹത്വത്തിന് മുന്നോട്ട് പോകാൻ തയ്യാറായാൽ ഒരു ദിവസം നാം അർഹിക്കുന്ന വിജയം, അർഹിക്കുന്ന ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമെന്നാണ് ഈ കഥയിലൂടെ മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. എന്നാൽ അഹങ്കാരത്തോടെ മുന്നോട്ട് പോയ മുയൽ പരാജയപ്പെട്ടിടത്ത് ആമ
വളരെ സാവകാശത്തിൽ ദൈവം തനിക്ക് തന്ന കഴിവുകൾ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ വിജയിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആത്മീയമായ താളന്തുകൾ അതൊരു പക്ഷേ മറ്റുള്ളവരെ അപേക്ഷിച്ച് ചെറുതായിക്കൊള്ളട്ടെ, എന്നാൽ വിശ്വസ്തയോടെ സ്ഥിരോത്സാഹത്തോടെ സ്ഥിരതയോടെ ആ കഴിവുകളെ വിനിമയം ചെയ്യാൻ തയ്യാറായാൽ ഒരു ദിവസം അർഹിക്കുന്ന വിജയം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാൻ തീരട്ടെ. ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാൻ തീരട്ടെ.